രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണം വിജയകരമായതോടെ പുകയോ കാർബണോ ഇല്ലാത്ത ഹരിത റെയിൽ ഗതാഗത പാതയിലേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ് ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയായി. ഡൽഹി ജിന്ദ് റൂട്ടിൽ നടത്തിയ പരീക്ഷണത്തിൽ ഈ ട്രെയിൻ മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗത കൈവരിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ഇതോടെ രാജ്യത്ത് ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഹരിയാനയിലെ ജിന്ദ് സോനിപത് റൂട്ടാണ് ഈ പൈലറ്റ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ ജിന്ദ് സോനിപത് സെക്ഷനിൽ നടത്തിയ ആദ്യഘട്ട പരീക്ഷണത്തിൽ 75 കിലോമീറ്റർ വേഗത മാത്രമാണ് ട്രെയിനിന് കൈവരിക്കാനായത്. എന്നാൽ ഇപ്പോൾ നടന്ന രണ്ടാം ഘട്ട പരീക്ഷണത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള റൂട്ടിലും ഉയർന്ന വേഗതയിലും ട്രെയിൻ പ്രവർത്തിച്ച് സാങ്കേതിക ശേഷി തെളിയിച്ചു. പരീക്ഷണയോട്ടത്തിനിടെ ട്രെയിനിന്റെ സ്ഥിരത, സുരക്ഷ, ബ്രേക്കിംഗ് സംവിധാനം, വൈബ്രേഷൻ നിയന്ത്രണം തുടങ്ങിയ നിർണായക ഘടകങ്ങൾ വിശദമായി പരിശോധിക്കുകയുണ്ടായി. ഓരോ ഘട്ടത്തിലും ലഭിച്ച ഫലങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി. 10 കോച്ചുകളുള്ള ഈ ഹൈഡ്രജൻ ട്രെയിനിൽ 2 ഡ്രൈവിംഗ് പവർ കാറുകളും 8 യാത്രാ കോച്ചുകളും ഉൾപ്പെടുന്നു. 2 1200 കിലോവാട്ട് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ യൂണിറ്റുകൾ ചേർന്നാണ് മൊത്തം 2400 കിലോവാട്ട് കരുത്ത് ട്രെയിനിന് നൽകുന്നത്. ഈ വിഭാഗത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഹൈഡ്രജൻ ട്രെയിനുകളിലൊന്നായി ഇന്ത്യയുടെ പുതിയ ട്രെയിൻ കണക്കാക്കപ്പെടുന്നു. ഹൈഡ്രജൻ ട്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്നത് ജലവാതകവും ചൂടും മാത്രമാണ്. അതിനാൽ ഡീസൽ ട്രെയിനുകളെ അപേക്ഷിച്ച് കാർബൺ ഉൽപാദനം വലിയ തോതിൽ കുറയ്ക്കാൻ ഹൈഡ്രജൻ ട്രെയിനുകൾക്കാകും. ഈ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി ട്രെയിനിൽ ഹൈഡ്രജൻ ലീക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം, ഫയർ അലേർട്ട് സംവിധാനങ്ങൾ, ഓട്ടോമാറ്റിക് ഷട്ട് ഡൌൺ സംവിധാനം, 24 മണിക്കൂർ നിരീക്ഷണ സൗകര്യം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു. ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ഔദ്യോഗികമായി എത്തിയിരിക്കുകയാണ്. ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ ഈ രംഗത്തെ പരീക്ഷണങ്ങളും ഭാഗിക സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രീൻ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം, ഇന്ധന ആശ്രിതത്വം കുറയ്ക്കൽ, ദീർഘകാല ഊർജ്ജ സുരക്ഷ എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ആദ്യഘട്ടമായി ജിന്ദ് സോനിപത് റൂട്ടിൽ വാണിജ്യ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പരീക്ഷണങ്ങൾ വിജയകരമായി തുടരുന്നുവെങ്കിൽ രാജ്യത്തെ മറ്റു റൂട്ടുകളിലേക്കും ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഇന്ത്യൻ റെയിൽവേ പുകയില്ലാത്ത യാത്ര എന്ന ആശയത്തിലേക്ക് വലിയൊരു ചുവടുവയ്പ് നടത്താൻ പോവുകയാണ്. ഭാവിയിലെ ഗതാഗത സംവിധാനങ്ങളിൽ ഹൈഡ്രജൻ ട്രെയിൻ നിർണായക മാറ്റമായി മാറുമെന്ന വിലയിരുത്തലുകൾ ഉയരുകയാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.